എൻ്റെ പേര് സാന്ദ്ര. എൻ്റെ വീട് ഇവിടെ പൂങ്കാവിലാണ്. ഇതെൻ്റെ അമ്മ, പേര് സൂസമ്മ. ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 2023 സെപ്റ്റംബർ 8-നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടും നേഴ്സിംഗ് കൂടെ പഠിച്ച ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഇത് പഠിക്കാനായിട്ട്. അങ്ങനെ 1 വർഷം എടുത്ത് ഈ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 വർഷം കഴിഞ്ഞു. അങ്ങനെ 2023 സെപ്റ്റംബറിലാണ് എനിക്ക് ഫസ്റ്റ് എക്സാം എഴുതാൻ ഡേറ്റ് കിട്ടിയത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഫ്രണ്ടിന് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ എക്സാം എഴുതി. അതിൽ 4 എണ്ണത്തിൽ 2 മൊഡ്യൂൾ കിട്ടി. അങ്ങനെ കുറച്ച് 1 മാസം കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് 22-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവളുടെ ഒരു ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ ആക്സിഡൻറ്റ് പറ്റി ഒരാഴ്ചത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു, കോമ സ്റ്റേജിലായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും എനിക്കതൊട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എനിക്ക് പഠിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പം അമ്മയാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഉടമ്പടി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കും, അല്ലാണ്ട് ഞാനിവിടെ വന്ന് കറക്റ്റായിട്ട് പുതുക്കാൻ വരും. പക്ഷേ പത്രം മേടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കാരുണ്യപ്രവർത്തനം ചെയ്യുകയോ ഒന്നും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു വർഷത്തേക്ക് 2024 എനിക്ക് എല്ലാം തടസ്സങ്ങളായിരുന്നു. ഡേറ്റ് ഇപ്പോൾ എക്സാമിനാണെങ്കിലും ഡേറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും 1-2 മാർക്കിനൊക്കെ ഫെയിലാകും. പിന്നെ ചിലത് കിട്ടും. അങ്ങനെ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരാൻ തന്നെ ഒരു 80 ദിവസത്തോളം ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് എനിക്ക് തടസ്സങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം കിട്ടിയിട്ട് ഞാൻ പിന്നെ വിസക്ക് അപ്ലൈ ചെയ്തു. വിസക്ക് അപ്ലൈ ചെയ്തിട്ട് അതും റിജക്ഷനായി. എന്നിട്ട് പിന്നെ അപ്പം എനിക്ക് ശരിക്കും ഞാൻ മടുത്തു പോയി. 1 വർഷമായിട്ട് എനിക്ക് എല്ലാ കാര്യത്തിലും തടസ്സമായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പോൾ എനിക്ക് ഒന്നും കൂടെ റീ അപ്ലൈ ചെയ്യാനായിട്ട് എൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്ന ആ ചേട്ടൻ പറഞ്ഞു, ഒന്നും കൂടെ നമുക്ക് റീ അപ്ലൈ ചെയ്യാം, നീ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ എൻ്റെ മുറിയിൽ തന്നെയാണ് മാതാവിൻ്റെ രൂപമൊക്കെ ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചു. ഒറ്റയ്ക്കിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴത്തേക്കും എനിക്കറിയത്തില്ല, മനസ്സിലിങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കുറ്റബോധം ഉണ്ടായി. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പത്രമാണെങ്കിലും എൻ്റെ കൈ കൊണ്ട് ഒരാൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും സങ്കടവും കുറ്റബോധവും തോന്നി. ഞാനങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഡെയിലി കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു, കുമ്പസാരിക്കാറുണ്ടായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട്. പിന്നെ ഞാനിവിടെ പുതുക്കാൻ മാത്രമായിട്ട് വന്നുകൊണ്ടിരുന്ന ഞാൻ മിക്കപ്പോഴും ഞാനിവിടെ വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എന്നെ രോഗികളെ സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് എനിക്ക് സഹായിക്കാൻ പറ്റുന്നവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നമുക്ക് സാധനങ്ങളും കൊണ്ട് കൊടുക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. രാവിലെ നിന്നില്ല ഉച്ചക്കത്തില്ല അങ്ങനെ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ഡിസംബർ 28-ാം തീയതി ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് വിസയുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടാണ് ഞാൻ പോയത്. 29-ാം തീയതി എനിക്ക് വിസ വന്നു. ഞാൻ 1 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നതാണ്. 1 മാസം ഞാൻ കറക്റ്റ് ഉടമ്പടി ഫോളോ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ തുടങ്ങി. വിസ കിട്ടി. ഇപ്പോൾ ടിക്കറ്റ് ആണെങ്കിലും 20-ാം തീയതിക്ക് മുന്നേ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതും എനിക്കിപ്പോൾ കിട്ടി. ഈ 16-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ മറ്റുള്ളവരെ സഹായിക്കണം. അല്ലാണ്ട് ഇപ്പം നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ ബാക്കിയുള്ളവരെ സഹായിക്കുക, പ്രേക്ഷിത പ്രവർത്തനം നടത്തുക, പത്രം മേടിച്ച് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം മാതാവ് സാധിച്ചു തരും. മാതാവിന് 1000 നന്ദി മാത്രമേ